بسم الله الرحمن الرحيم عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم أنه قال الإيمان بضع وستون شعبا والحياء شعبة من الإيمان. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യുന്നു. അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഈമാനു ഈമാനാകുന്നത് ബിദ്ഉൻ വസിത്തൂന ശുഅബ 60 ചില്ലാനം ശാഖയാകുന്നു, ചുള്ളികളാകുന്നു, കൊമ്പുകളാകുന്നു. വൽ ഹയാഉ ലജ്ജ ശുഅബത്തും മിനൽ ഈമാൻ, ഈമാനിൽ നിന്നുള്ള ഒരു വലിയ ചുള്ളിയാണ്. ഈമാന്റെ വലിയൊരു ശാഖയാണ് ഹയാ. ഹയാ ഉണ്ടായാൽ എല്ലാം ഉണ്ടായി, ഹയാ ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഒരു വിഷയത്തിൽ മനുഷ്യനിക്ക് ഒരു ഉയർച്ച വേണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ തൊട്ട് ഹയാ, ആ ഹയാ ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ തൊട്ടുള്ള ഹയാ, ആ ഹയാ ഉണ്ടാവുമ്പോഴേ അല്ലാഹു എന്നെ എപ്പോഴും കാണുന്നവനാണ്, ഞാനെങ്ങനെ അല്ലാഹു വിരോധിച്ചത് ചെയ്യും, ഞാനെങ്ങനെ അല്ലാഹു കൽപ്പിച്ചത് ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഞാൻ ആ റസൂല് പറഞ്ഞത് എങ്ങനെ അനുസരിക്കാതിരിക്കും, റസൂല് വിരോധിച്ചത് ഞാൻ എങ്ങനെ അത് വർജിക്കാതിരിക്കും എന്നുള്ള ഒരു ബോധം മനുഷ്യനിക്കുണ്ടാവണമെങ്കിൽ അതിൻ്റെ പ്രധാന ഘടകം ഏത് തന്നെയാണ്? ഹയാ തന്നെയാണ്. ഹയാ ഇല്ലാത്തവനിക്ക് എന്തും യോജിക്കും, ഹയാ ഇല്ലാത്തവനിക്ക് എന്തും യോജിക്കും. ഹയാവിനെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞെന്താ? ഖുലുഖുൻ യബ്അസു അലാ ഇസ്തിനാബിൽ ഖബീഹി വയംനഉ മിനത് തഖ്സീരി ഫീ ഹഖ്ഖി ദിൽ ഹഖ്ഖി വനഹ്വി. ഒരു അവകാശി ഒരു സംഗതി കൊടുക്കാനുള്ളവൻ കൊടുക്കാനുള്ളവനോട് ആ വ്യക്തി അവനോട് പെരുമാറുക. എങ്ങനെ പെരുമാറുക? ഖുലുഖുൻ ഒരു സ്വഭാവമാണ്. യബ്അസു അലാ ഇസ്തിനാബിൽ ഖബീഹി ചീത്തയെ ഒഴിവാക്കുന്നതിൻ്റെ മേലത് പ്രേരിപ്പിക്കും. വയംനഉ മിനത് തഖ്സീർ വീഴ്ച വരുത്തലത്തോട് തടയുകയും ചെയ്യും. ഫീ ഹഖ്ഖി ദിൽ ഹഖ്ഖി അവകാശിയുടെ അവകാശത്തിൽ, അവകാശിയുടെ അവകാശത്തിൽ വീഴ്ചകൾ വരലിനെത്തൊട്ടോ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നതൊട്ടോ തടയുന്ന ഒരു സ്വഭാവം, ആ സ്വഭാവത്തിലേക്കാണ് ഹയാ എന്ന് പറയുക. ആ ഹയായിൽ വെച്ച് ഏറ്റവും വലിയ ഹയാ അള്ളാഹുവിനെ തൊട്ട് നമ്മൾ വിശദീകരിച്ച മാതിരി അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുന്നവനായിട്ട് അള്ളാഹുവിനെ കാണാതിരിക്കുക, അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ ഒഴിവാക്കുന്നവനായിട്ടും അള്ളാഹുവിനെ കാണാതിരിക്കുക. അതന്നെയാണ് ഈ ഹയാ എന്ന് പറഞ്ഞാൽ. അതന്നെയാണ് അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക് എന്ന് പറയുന്നത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടുള്ള ഹയാ, റസൂലുള്ളാഹിനെ തൊട്ട് മഹബത്ത് ഉണ്ടെങ്കിൽ ആ മഹബത്ത് വെച്ചതായ ആൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യണവനക്ക് എന്ത് മഹബത്താ? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഹയാഉ ഹയാ ആകുന്നത് ശുഅബത്തും മിനൽ ഈമാൻ ഈമാനിൽ നിന്നുള്ള വലിയ ഒരു ശാഖയാണ്. ആ തൻവീൻ തഅളീമായിട്ട് മുസ്തമർക്ക് വെക്കൽ. ശുഅബത്തും മിനൽ ഈമാൻ ഈമാനിൽ നിന്നുള്ള വലിയ ഒരു ശാഖയാകുന്നു. ഇവിടെ ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത്,
ഈ ഈമാൻ കാര്യങ്ങൾ ഇമാം ബുഖാരി ബാബിട്ടു ബാബു ഉമൂരിൽ ഈമാൻ, ഈമാൻ കാര്യങ്ങളെ ബയാൻ ചെയ്യുന്ന ബാബ്. ആ ഈമാൻ കാര്യങ്ങൾ കുറെ എല്ലാം 2 ആയത്തിൽ കൂടെ നാം മനസ്സിലാക്കി. അങ്ങനെ മറ്റ് ആയത്തുകളോട് നോക്കിയാൽ സേം 2 ആയത്ത് കൊടുത്ത വേറെയും ആയത്തുകൾ അതുപോലെ ഹദീസുകൾ നോക്കിയാൽ ആ ഈമാൻ കാര്യങ്ങൾ 60-ൽ ചില്ലാനമായി കണ്ടെത്തിക്കും. ബിദ്അ എന്ന് പറഞ്ഞാൽ 1 മുതൽ 9 വരേക്കുമുള്ളതിൽപ്പെട്ട സംഖ്യക്കാണ് ബിദ്അ എന്നറിയില്ല, ചില്ലറ എന്നറിയില്ല. അപ്പൊ 60-ൽ ചില്ലാനം ശാഖകളുണ്ട്. അത് കുറെ എല്ലാം 2 ആയത്തിൽ നിന്ന് മനസ്സിലാക്കി പറയും ആയത്തുകളിലുണ്ട്. ഈമാൻ കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പ് നാം പറഞ്ഞത് മുമ്പത്തെ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് വെറും 6 എന്ന് പറയുന്നത് അത് എവിടുന്നോ വന്നു പോയതായ ഒരു ശ്രദ്ധ കുറവാണത്. യഥാർത്ഥത്തിൽ ഈമാനിൻ്റെ നെടുന്തൂണുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ 5, ഇസ്ലാം കാര്യം ഈമാൻ കാര്യം ഇവിടെ രണ്ടും മറ്റൊന്നിനെ ലാസിമാക്കുന്ന കാര്യങ്ങളാണ്. ഈമാനോട് കൂടെ കൗലും അമലും വേണം. ആ കൗലും അമലിനെ പറ്റി മാത്രം ഇസ്ലാം എന്നും പറയും. അപ്പൊ ഈമാൻ കാര്യങ്ങൾ 6, അത് തസ്ദീഖാത്തുള്ള നോക്കിയിട്ടാണ്. തസ്ദീഖ് ചെയ്യേണ്ട കാര്യങ്ങൾ 6 വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 6 ഇജ്മാ കൊണ്ട് ബോധ്യമായ കാര്യങ്ങൾ മുഴുവനും വിശ്വസിക്കേണ്ടതുണ്ട്. അതുപോലെ ഈമാൻ കാര്യങ്ങളുടെ അടിസ്ഥാനം അതിൻ്റെ എല്ലാത്തിൻ്റെയും നെടുന്തൂണുകൾ ഇസ്ലാം കാര്യം 5 പറയാം. എന്നല്ലാതെ അത് വെറും 6 എന്നും 5 എന്നും പറഞ്ഞിട്ട് ഒരു ചെറുപ്പത്തിലെ കുട്ടികളെ വളർത്തുന്നത് വളരെ അബദ്ധമാണത്. പിന്നീട് ഇത് പറഞ്ഞാൽ മനസ്സിലാവും, ഉൾക്കൊള്ള ഈമാൻ കാര്യം 60-ൽ ചില്ലാനമാണ് എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയൂല. വളരെ ചിന്തിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഏത് പ്രകാരം നമ്മുടെ മദ്രസകളിലെ പാഠങ്ങളിലെല്ലാം മയ്യിത്ത് നിസ്കാരം പഠിപ്പിക്കും. അത് പഠിപ്പിക്കുമ്പോൾ അത് അതിൻ്റേതായ ഒരു അദ്നൽ കമാലിൻ്റെ രൂപത്തിലെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം. മറ്റേ പിന്നീട് ഇപ്പോൾ വലിയ വലിയ ഉസ്താദ്മാർക്ക് അടക്കം മയ്യിത്ത് നിസ്കാരം പൂർണ്ണത ചെയ്യാൻ കഴിയൂല. എന്തുകൊണ്ട്? ചെറുപ്പത്തിൽ ഇത് പഠിച്ചു പോയി. ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ അവിടെ ഫാത്തിഹ ഓതണം വജ്ഹത്തോടു കൂടെ, അതെല്ലാവർക്കും അറിയാം. രണ്ടാമത്തതിൽ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്തിൽ നിർബന്ധമാണ്. ഇബ്രാഹിമി സ്വലാത്ത് അവരാണ് നല്ലത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ അവിടെ എന്ത് ചെയ്യണം? മഹാന്മാർ വിശദീകരിച്ചതുപോലെ തന്നെ രണ്ടാമത്തതിൽ സ്വലാത്തിൻ്റെ മുമ്പ് ഹംദ് ചൊല്ലേണ്ടതുണ്ട്. അതോടുകൂടെ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ സലാം ചൊല്ലേണ്ടതുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ മൂമിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന ദുആ, ചെറിയ ദുആ എങ്കിലും പറഞ്ഞു കൊടുക്കണം രണ്ടാമത്തതിൽ. മൂന്നാമത്തതിൽ പിന്നെ മയ്യത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായ ദുആ ആണ്. അതിന് വെറും അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു മാത്രമല്ലല്ലോ, ധാരാളം ദുആകൾ വാരിദായിട്ടുണ്ട്. ആ വാരിദായ ദുആ 1-2 പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എത്ര വായിബിൻ്റെ മേൽ നിസ്കരിക്കുകയാണെങ്കിൽ പോലും ആ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ മുമ്പ് മയ്യത്തിന് വേണ്ടി എന്തെല്ലോ ഭാഷകളിൽ, മലയാളത്തിലും അറബിയിലും ഇംഗ്ലീഷിലും എല്ലാ ഭാഷയിലും തുറക്കണമാണ്. നിസ്കാരമാണ് മയ്യത്ത് നിസ്കരിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. അതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദുആ ആണ്. അത് ചെറിയൊരു ദുആ ആണ്. അസ്സലാമു അലൈക്കും പറയും. എന്താ പറയാനുള്ള കാരണം? ഈ ഇമാമത്ത് നിൽക്കുന്ന ആൾക്ക് അതിലേറെ നിസ്കാരത്തിൽ തുറക്കാൻ അറിയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം എന്ന മാതിരി ഈമാൻ കാര്യം ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞ് ഓരോന്ന് പഠിപ്പിക്കുന്നതിന് പകരം അതിൻ്റെ നെടുന്തൂണെന്ന പേരിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ഇമാം ബുഖാരിയുടെ ഈ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ എളുപ്പമുണ്ടാകും. അത് ബന്ധപ്പെട്ടവർ അത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. 60-ൽ ചില്ലാനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതൊരു പ്രത്യേക എണ്ണം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണോ? അതല്ല, അതൊരു തോന്നുണ്ട് എന്ന് വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞതാണോ?
മഹാന്മാർ ഈ വിഷയവുമായി എണ്ണി കണക്കാക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് 60 ചില്ലാനം തന്നെയാണ് ഇമാം കാര്യങ്ങളുള്ളത്. ചില ഹദീസുകളിൽ കാണാം 70 ചില്ലാനമാണ്. 70 ചില്ലാനം. ഫത്തുൽ ബാരിയുടെ നല്ലൊരു വാക്ക് പറയുന്നുണ്ട്. 70 ചില്ലാനമാണ് എന്ന് പറഞ്ഞ ഹദീസിൽ തന്നെ ഇങ്ങനെയും കാണാം. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അതേ റാവിയെ തൊട്ട് തന്നെ അൽ-ഈമാനു ബിദ്ഉൻ വസിത്തൂന ഔ ബിദ്ഉൻ വസബ്ഉന ശുഅബ അഫ്ളലുഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ് വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ എന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം. 60 ചില്ലാനം അല്ലെങ്കിൽ 70 ചില്ലാനം, അത് ശക്കാണ്. ആ ശക്കുള്ള റാവിയെ തൊട്ട് തന്നെ 70 ചില്ലാനം എന്ന് ശക്കില്ലാതെ പറഞ്ഞിട്ടുണ്ട്. ഫത്തുൽ ബാരി പറയുന്ന എന്താ, ശക്കില്ലാതെ പറഞ്ഞത് ഒരാളെ തൊട്ടായതുകൊണ്ട് അദ്ദേഹം ആ ശക്കിൻ്റെ ഒരു ഭാഗം റാജിയാക്കി അദ്ദേഹത്തോട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അശക്ക് നിലവിലുള്ളത് കൊണ്ടിട്ട് തന്നെ ഇമാം ബുഖാരി അശക്കുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്തില്ല. ഇമാം ബുഖാരിയുടെ സൂക്ഷ്മതയുടെ ഭാഗമാണത്. എന്തായാലും ഉറപ്പുള്ളത് 60 ചില്ലാനമാണ്. എണ്ണി നോക്കിയാൽ അത് 60 ചില്ലാനം തന്നെയാണുള്ളതും. പിന്നീട് ഇമാം ബുഖാരി ഓരോന്ന് കുറേ ഈമാനിൽപ്പെട്ട കാര്യങ്ങൾ എണ്ണി പറയാൻ പോകുന്നുണ്ട്. ഇന്നത് ഈമാനിൽപ്പെട്ടതാണ്, ഇന്നത് ഈമാനിൽപ്പെട്ടതാണ് എന്നോരോരോ ബാബുകളിലായിട്ട് പറയാൻ പോകുന്നുണ്ട്. അപ്പം ഈ 60 ചില്ലാനം ഈമാൻ കാര്യങ്ങൾ ഏതൊക്കെയാണ്? മഹാന്മാർ അതിനെ സംബന്ധിച്ച് ധാരാളമായി ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് മാത്രം കിതാബ് എഴുതിയ ആളാണ് ബഹുമാനപ്പെട്ട ബൈഹഖി ഇമാം ശുഅബുൽ ഈമാൻ എന്ന കിതാബിൽ. 9 വാള്യത്തോളമുണ്ട്. അതിൽ 8 വാള്യവും ഹദീസ് തന്നെയാണ്. 1 ഫിറസ്താണ്. അതിൻ്റെ തുടക്കത്തെ ഹദീസ് ശുഅബുൽ ഈമാനിലെ ബൈഹഖി ഇമാമിൻ്റെ ശുഅബുൽ ഈമാനിലെ തുടക്കത്തെ ഹദീസ് ഇമാം ബുഖാരിയുടെ ഈ ഹദീസാ. അൽ-ഈമാനു ബിദ്ഉൻ വസിത്തൂന ശുഅബ വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ഇതാണ് ശുഅബുൽ ഈമാനിൻ്റെ ആദ്യത്തെ ഹദീസ്. ഇമാം ബുഖാരി ഈ ബാബിൽ പറഞ്ഞ ഹദീസ്. ശുഅബുൽ ഈമാൻ അവരുടെ കിതാബ് ഇമാം ബൈഹഖി അവസാനിപ്പിക്കുന്നത് ആകെ ബൈഹഖിയിലുള്ളത് 11269 ഹദീസാണ്. ആ 21269 അവസാനത്തെ ഹദീസ് ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നത് അൽ-ഈമാനു ബിദ്ഉൻ വസിത്തൂന ഔ ബിദ്ഉൻ വസബ്ഉന ശുഅബ അഫ്ളലുഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ് വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ എന്ന ഹദീസ് കൊണ്ടാണ്. അതിൻ്റെ ഇടയിൽ എണ്ണി പറഞ്ഞത് ഈ പറയുന്ന 60 ചില്ലാനം ഹദീസുകളാണ്, കാര്യങ്ങളാണ്. അവ ഹദീസത്തിൽ 11,000 ചില്ലാണ്ട് പറഞ്ഞില്ലേ. 11,269 ഹദീസിൽ കൂടെ വിശദീകരിക്കുന്നത് ഈ ഈമാൻ്റെ ശാഖകൾ വിശദീകരിച്ചിട്ടത് എത്തുന്നത് ഈ പറഞ്ഞ മാതിരി തന്നെ. ഫത്തുൽ ബാരി പറയുന്നത് എന്നിട്ടും അത് പൂർണ്ണമല്ല. കാരണം ഈ പറയുന്നത് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. ഇബ്നു ഹിബ്ബാൻ്റെ തർത്തീബാണ് ഏറ്റവും ശരി എന്ന്, ഏറ്റവും ഉഷാറായിട്ടുള്ളത് എന്ന് ഫത്തുൽ ബാരി പ്രത്യേകം ഉണർത്തുന്നുണ്ട്. എന്നാൽ ഈ 60 ചില്ലാനം ഏതാണത്? വളരെ ചിന്തിച്ച് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫത്തുൽ ബാരി അത് വിശദീകരിച്ചിട്ടുണ്ട്. ഫത്തുൽ ബാരി അത് വളരെ വിശദമായി വിശദീകരിക്കുന്നത് ഈ 60 ചില്ലാനം എന്ന് പറയുന്നത് കണക്കുകൂട്ടി നോക്കിയാൽ ആകെ വരുന്നത് വിശ്വാസപരമായ കാര്യങ്ങൾ തസ്ദീഖാത്ത് ഇഅ്തിഖാദിയാത്തായിട്ട് വരുന്നത് 30, നാവ് കൊണ്ട് ചൊല്ലേണ്ട അമലുകളായിട്ട് വരുന്നത് 7, പിന്നെ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളെ 3ആയി വിഭജിക്കുന്നുണ്ട്. ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകൾ 3 ഐറ്റം. ഒന്നേതാ? വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യം.
അത് 16 മറ്റൊന്ന് അവനോട് പിന്തുടരുന്ന ആളുകളുമായി ഇവൻ കൊടുക്കേണ്ട കാര്യങ്ങൾ, അവൻ്റെ സ്വന്തക്കാർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, അത് 6 വേറെ ഒന്ന് പൊതുജനങ്ങളുമായി ബന്ധിക്കുന്ന കാര്യങ്ങൾ, അത് 18. അങ്ങനെ ഇതിനെ വിശദീകരിച്ചവരുണ്ട്. ഫത്തുൽ ബാരി വിശദീകരിച്ചിട്ടുണ്ട്, ഉംദത്തുൽ ഖാരി വിശദീകരിക്കുകയാണ്. ഐനി വഖദ് സന്നഫ ഫീ തഅയീനി ആദി ശുഅബി ജമാഅത്തുൻ, ഈ ശുഅബ് ശാഖകളെ എണ്ണുന്നതിൽ കുറേ ആളുകൾ തസ്നീഫ് ചെയ്തിട്ടുണ്ട്. മിൻഹും അൽ ഇമാം അബൂ അബ്ദില്ലാഹി അൽ ഹലീമിയോ, ഒന്ന് ഇമാം അബൂ അബ്ദില്ലാഹി അൽ ഹലീമി എന്ന് പറയുന്ന മഹാൻ മുഹദ്ദിസാണ്. സന്നഫിയ കിതാബൻ അസ്മാഉ ഫവായിദുൽ മിൻഹാജ് എന്ന പേര് കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വൽ ഹാഫിദ് അബൂബക്കർ ബൈഹഖി യുസമ്മാഉ ശുഅബുൽ ഈമാൻ, ബൈഹഖി ഇമാം ശുഅബുൽ ഈമാൻ കിതാബ് രചിച്ചിട്ടുണ്ട്. والشيخ عبد الجليل أيضا سماه شعب الإيمان, ഷെയ്ഖ് അബ്ദുൽ ജലീൽ എന്നവരും ശുഅബുൽ ഈമാൻ എന്ന പേര് കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്ഹാഖ് ഇബ്നുൽ ഖുർത്തുബി എന്ന ഒരു ഹദീസിൽ പോയിട്ടുണ്ട്. പേര് വെച്ചത് ഇസ്ഹാഖ് ഇബ്നുൽ ഖുർത്തുബിന്റെ കിതാബിന്റെ പേര് കിതാബുൻ നസായിഹ്. ഇമാം അബൂ ഹാത്തിം എന്നൊരു ഹദീസിൽ പോയിട്ട് ഈ വിഷയത്തിൽ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കിതാബിന്റെ പേര് ഉസ്ഫുൽ ഈമാനി വശുഅബുഹു. വലം അറ അഹദൻ മിൻഹും ശഫൽ അലീല, ഇവരിൽപ്പെട്ട ഒരാളും ഈ വിഷയത്തിൽ ചിന്തിച്ച് രോഗിയായവർക്ക് ഒരു സുഖം കൊടുക്കുന്നവർക്ക് പൂർണ്ണമായി സ്വീകരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വലാ അർവിൽ ഖലീല, ദാഹിച്ച് വലഞ്ഞവന്റെ ദാഹം തീർക്കുന്നവരെയും രോഗിക്ക് ചികിത്സ നൽകുന്നതായിട്ട് ഇവരാരും പോരാ, അവരൊന്നും പറഞ്ഞിട്ട് തീർന്നിട്ടില്ല. എന്നിട്ട് മഹാനവർകൾ പറയാണ്, ഞാൻ യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത് കൽബ് കൊണ്ടുള്ള തസ്ദീഖും നാവ് കൊണ്ടുള്ള ഇക്റാറുമാണ്. പക്ഷേ അത് പൂർണ്ണമാവണമെങ്കിൽ ആ തസ്ദീഖും വേണം, ഇക്റാറും വേണം, അമലും വേണം, ഖൗലും ഫീലും അമലും വേണം. ഇത് 3 ഐറ്റമാണ്. അതിൽ നിന്ന് ഒന്നാമത്തത് തസ്ദീഖ് എന്ന് പറയുന്നത് ഇഅ്തിഖാദിയാത്തിലേക്ക് മടങ്ങും. അത് 30 ശാഖകളിലേക്ക് വ്യാപിക്കും. അങ്ങനെ എണ്ണി പറയാ. അല്ലൂല, ഒന്നാമത്തത് അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം. അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞതിൽ അള്ളാഹുവിൻ്റെ ദാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ടത്, അള്ളാഹുവിൻ്റെ തൗഹീദിനെ കൊണ്ട് ബന്ധപ്പെട്ടത്, അള്ളാഹുവിനക്ക് വാജിബായ സിഫത്തുകൾ, അള്ളാഹുവിനക്ക് മുസ്തഹീലായ സിഫത്തുകൾ, അതെല്ലാം അതിൽപ്പെടും. അപ്പോൾ ഒന്ന് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഇഅ്തിഖാദിയാത്തിൽപ്പെട്ട ഒന്നാമത്തെ അള്ളാഹുവിനെ പറ്റിയുള്ള തൗഹീദുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും അതിൽപ്പെട്ടു. രണ്ടാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്ത ഈ ലോകത്തിലുള്ളത് മുഴുവനും ഹാദിസാണ്, ഖദീം, അള്ളാഹു മാത്രമേ ഉള്ളൂ, അല്ലാത്ത എല്ലാം ഹാദിസാണെന്ന് വിശ്വസിക്കൽ. മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസം. നാലാമത്തത് അള്ളാഹുവിൻ്റെ കിതാബുകളെ കൊണ്ടുള്ള വിശ്വാസം. അഞ്ചാമത്തത് അള്ളാഹുവിൻ്റെ മുർസലീങ്ങളെ കൊണ്ടുള്ള ഈമാൻ. ആറാമത്തത് ഖൈർ ശർ എല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നാണ് എന്നുള്ള ഖദർ കൊണ്ടുള്ള ഈമാൻ. ഏഴാമത്തത് ഖിയാമത്ത് കൊണ്ടുള്ള വിശ്വാസം. ഈ ഖിയാമത്ത് യൗമുൽ ആഖിർ കൊണ്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞതിൽ ഖബറിലുള്ള ചോദ്യം, ഖബറിലുള്ള അദാബ്, പുനർജന്മം, പിന്നെ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടല്, ഹിസാബ് എടുക്കല്, മീസാന്, സിറാത്ത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യൗമുൽ ആഖിർ വിശ്വസിക്കുന്നതിൽപ്പെട്ടു. വലിയ സംഭവമാണ് യൗമുൽ ആഖിർ. എട്ടാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകുമെന്നുള്ള
ആ ഒരു വാഗ്ദ അത് അള്ളാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്നും സ്വർഗത്തിൽ കടന്നാൽ പിന്നെ അത് ശാശ്വതമാണ്, അതിൽ ഇതിനെ പുറത്താക്കൂല എന്നും വിശ്വസിക്കല്. 9 നരകത്തിൽ കാഫിർ അല്ലാഹുവിനെ കൊണ്ട് ഈമാനില്ലാത്തവനെ നരകത്തിൽ കടത്തുമെന്നും അതിലുള്ള അദാബ് നശിക്കൂല എന്നെന്നും നിലനിൽക്കുമെന്നുമുള്ള വിശ്വാസം. 10 അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മഹബ്ബത്ത്. 11 അല്ലാഹുവിൽ ഹുബ്ബ് ചെയ്യാ വൽ ബഗ്ളു ഫില്ലാഹ്, അല്ലാഹുവിൻ്റെ കാര്യത്തിലുള്ള കോപവും അതിൽപ്പെടും സ്വഹാബത്തിനോടുള്ള സ്നേഹം, മുഹാജിരിങ്ങളോടുള്ള സ്നേഹം, അൻസാറുകളോടുള്ള സ്നേഹം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം, ഇങ്ങനെ ആലിമീങ്ങളോടുള്ള സ്നേഹം, അതെല്ലാം അതിൽപ്പെടും. 12 മഹബ്ബത്തുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം. ആ നബി തങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞതിൽ പെടുന്നതാണ് നബി തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ പിന്തുടരുക എന്നെല്ലാം നബി തങ്ങളുടെ സ്നേഹത്തിൻ്റെ ബാക്കിയാണ്, ഭാഗമാണ്. 13 ഇഖ്ലാസ്. ആ ഇഖ്ലാസിൽ പെടും റിയാഗ്, നിഫാഖ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കൽ. അത് ഒഴിവാക്കുമ്പോഴാണല്ലോ ഇഖ്ലാസ് ഉണ്ടാകുക. അങ്ങനെ ഇഖ്ലാസാണ് 13. 14 തൗബയും ചെയ്തു പോയ ദോഷങ്ങളെ തൊട്ടുള്ള ഖേദങ്ങളും തൗബയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിൻ്റെ സുറൂത്തും മാതാവുമെല്ലാം. 15 അള്ളാഹുവിനെ ഉള്ള ഭയം, ഖൗഫ്. 16 അള്ളാഹുവിലുള്ള പ്രതീക്ഷ, റജാ. 17 അള്ളാഹുവിനെ പറ്റിയുള്ള നിരാശ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് ആശമുറിയൽ, അതിനെ ഒഴിവാക്കൽ. നിരാശയെയും ആശമുറിയലിനെയും ഒഴിവാക്കൽ, ആ ഒഴിവാക്കലാണ് 17. 18 അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ ചെയ്യുക. അള്ളാഹുവിൻ്റെ നന്മകൾ എത്തലിലേക്ക് കാരണമായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഉസ്താദന്മാർ, മാതാപിതാക്കൾ, അവർക്കെല്ലാം ശുക്ർ ചെയ്യലും പെട്ടു. 19 ചെയ്ത കരാറിനെ പൂർത്തിയാക്കൽ. 20 ക്ഷമ. 21 തവാളു. ആ തവാളുവിൽ പെട്ടതാണ് മഹാന്മാരായ ആളുകളെ ബഹുമാനിക്കലും കുട്ടികളോട് ചെറിയ കാരുണ്യം കാണിക്കലും. 22 അർറഹ്മത്തു വശഫഖത്തു, കാരുണ്യവും ശഫഖത്തും. അതിൽപ്പെടും അശഫഖത്തു അലൽ അസാഗിർ, 22 പെട്ടതാണ്. താന്നവരോട്, താഴ്ച ഉള്ളവർ, പ്രായം കുറഞ്ഞവരോട് ശഫഖത്ത് ചെയ്യുക, അത് 22. 23 അർറിളാഹു ബിൽ ഖളാ, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഖളാഇനെ കൊണ്ട് പൊരുത്തപ്പെടുക എന്ന് പറയുന്നത്. ഖളായുള്ള വിശ്വാസം എന്ന് വേറെ, ആ ഖളാ എന്താണെങ്കിലും അതിലുള്ള പൊരുത്തം. അള്ളാഹ് എന്താണോ ചെയ്തത് അള്ളാഹ് ചെയ്തോട്ടെ, ഞാൻ തൃപ്തിപ്പെടുക, പൊറുതിയേട് കാട്ടാതെക്കുക. 24 അത്തവക്കുലു, തവക്കുലാക്കുക. 25 ഉജ്ബിനെയും പൊന്തലിനെയും അഹംഭാവത്തെയും ഒഴിവാക്കുക, ഉജ്ബിനെ ഒഴിവാക്കുക. അതിൽ പെടുന്നതാണ് തർക്കു മദ്ഹി നഫ്സിഹി വ തസ്കിയതിഹാ. തർക്കു മദ്ഹി നഫ്സിഹി, സ്വന്തം മദ്ഹ് ചെയ്യുക, സ്വന്തം നഫ്സിനെ വളരെ ഉഷാറാക്കുക. ഞാൻ അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്, ഔലിയാക്കളിൽ മഹാനായ എന്നെ ആർക്കും ചീത്തറിയാൻ പറ്റൂല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് വെല്ലുവിളിക്കുന്ന പോലെ അവർ ആ സ്വഭാവം ഒഴിവാക്കുക. ചില ആളുകൾ പറയും, എന്നിൽ നിന്ന് വല്ല തെറ്റുമാരെങ്കിലും ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കതിനേക്ക് എന്താണോ വേണ്ടത് ഞാൻ തരാം, നിങ്ങൾക്കാർക്കും ധൈര്യപ്പെടൂല, എൻ്റെ ഭാഗത്തിൽ നിന്നൊരു തെറ്റും വന്നിട്ടില്ല എന്നെല്ലാം പറയുന്ന വെല്ലുവിളിക്കുന്ന വ്യാജന്മാരെ കാണാം. അതൊന്നും ഈമാൻ്റെ ഭാഗമല്ല. ഈമാൻ്റെ ഭാഗം മനുഷ്യനാണ്, തെറ്റുകളുണ്ടാകും.
അല്ലെങ്കിൽ എന്നെപ്പറ്റി ആരെങ്കിലും ചീത്ത പറയുന്നുണ്ടെങ്കിൽ ചീത്ത പറയുന്നത് ഞാൻ ചെയ്ത സ്വകാര്യമായി ചെയ്ത മറ്റൊരു തെറ്റിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു സന്മനസ്സുണ്ടാവണം മനുഷ്യനിക്ക്. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഈമാൻ കാര്യങ്ങളാണ് ഈ എണ്ണി പറയുന്നത്. സ്വയം തസ്കിയത്തിനെ ഒഴിവാക്കണം. സ്വയം തസ്കിയത്താക്കുന്നവൻ പൂർണ്ണ മുഅ്മിനല്ല. എന്തായാലും മനുഷ്യ സഹജമായി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ വമാ ഉബർരിഉ നഫ്സി എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ അവിടേക്ക് വരണം മനുഷ്യൻ. ഞാൻ പരിശുദ്ധാത്മാവാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരിക്കലും ശരിയല്ല. 26 തർക്കുൽ ഹസദി, അസൂയയെ ഒഴിവാക്കുക. 27 പൊറ്റ് പോരുകളെ ഒഴിവാക്കുക. തർക്കുൽ ഹിഖദി വല്ലഗ്നി. 28 ദേശത്തെ ഒഴിവാക്കുക. 29 പൂഴ്ത്തിവെപ്പിനെ ഒഴിവാക്കുക. പൂഴ്ത്തിവെപ്പ്, അത് പൂഴ്ത്തിവെപ്പ് 2 രൂപത്തിലുണ്ട്. മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള മറ്റൊരാളും കൂടി അവകാശത്തിൽപ്പെട്ടതിനെ പൂഴ്ത്തിവെക്കൽ. അതുപോലെ തന്നെ മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള മനസ്സിൻ്റെ ഉള്ളിൽ ചീത്ത ധാരണ വെച്ച് പുലർത്തുക, അതും വശിനെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗത്തിൽ പെട്ടതാണ്. 30 ദുന്യാവിനോടുള്ള ആ ശക്തമായ സ്നേഹം അതിനൊഴിവാക്കുക. അതിൽപ്പെട്ടതാണ് മുതല്, വളർമ്മ, പേര്, പ്രസക്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്നേഹിക്കലിനെ ഒഴിവാക്കുക. അതെല്ലാം വലിയ സംഭവമായി എണ്ണുക. ഇമാമികളനുസരിച്ച് കൂടുതലായി പറയുന്നുണ്ട്. ഇങ്ങനെ 30 കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള 30 കാര്യങ്ങൾ. അതാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഇക്റാറും അമലുമായി ബന്ധപ്പെട്ടത്. ഇത്തിഖാദിയാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത് മുഴുവനും. ഇതെല്ലാം ഒഴിവാക്കലിനെ ഒരാൾ കൊണ്ടു നടക്കേണ്ടതാകുന്നു. ഇതെല്ലാം ഈമാനിൻ്റെ ഭാഗങ്ങളാണ് ഈ പറഞ്ഞതല്ല. രണ്ടാമത്തെ ഇതെല്ലാം ഈമാനിൻ്റെ ഭാഗങ്ങളാണെന്ന് വിശ്വസിക്കുകയും വേണം, എന്നിട്ട് ഒഴിവാക്കുകയും വേണം. ഫെയിലും വേണം, വിശ്വാസം വേണം, അമലും വേണം. രണ്ടാമത്തെ കിസ്മ് നാവ് കൊണ്ടുള്ള അമലുകൾ. ആ നാവ് കൊണ്ടുള്ള അമലുകൾ 7 ശാഖകളാണ്. 7 ശാഖ. ഒന്നാമത്തത് തൗഹീദിൻ്റെ വചനം കൊണ്ട് മൊഴിയുക. രണ്ടാമത്തത് ഖുർആൻ ഓതുക. മൂന്നാമത്തത് ഇൽമിനെ പഠിക്കുക. നാലാമത്തത് ഇൽമിനെ പഠിപ്പിക്കുക. അഞ്ചാമത്തത് ദുആ ചെയ്യുക. ആറാമത്തത് ദിക്ർ ചൊല്ലുക, ഇസ്തിഗ്ഫാറും. 7 അനാവശ്യമായ കാര്യങ്ങളെ ഒഴിവാക്കുക, അതും ഈമാന്റെ ഭാഗമാണ്. ഇസ്തിനാബുൽ ലഗ്വ്, അത് ഈമാന്റെ ഭാഗമാണ്. അനാവശ്യ കാര്യങ്ങളെ പറയലിനെ ഒഴിവാക്കുക. പിന്നെ ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ ശരീരങ്ങളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഏകദേശം 40 എണ്ണമുണ്ട്. അത് യഥാർത്ഥത്തിൽ 3 തരമുണ്ട്. ഒന്നാമത്തത് സ്വയം വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ, മറ്റൊരാളുടെയും പ്രതീക്ഷയോ മറ്റൊരാൾക്ക് വേണ്ടിയോ ചെയ്തു കൊടുക്കേണ്ടതല്ല, അവനിക്ക് വേണ്ടി അവൻ ചെയ്യേണ്ടത്. അത് 16 ശാഖകളാണ്. ഒന്നാമത്തത് അത്തത്തഹുറു, ശുദ്ധീകരണം. അതിൽ ശരീരത്തെ ശുദ്ധിയാക്കൽ വരും, വസ്ത്രത്തെ ശുദ്ധിയാക്കൽ വരും, സ്ഥലം ശുദ്ധിയാക്കൽ വരും, wudu കൊടുക്കൽ വരും, കുളിക്കൽ വരും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വരും. ജനാബത്തിനെ തൊട്ടുള്ള കുളി, ഹൈദിനെ തൊട്ടുള്ള കുളി, നിഫാസിനോട്ടുള്ള കുളി വലിയ വിഷയമാണല്ലോ അത്. ത്വഹാറത്ത്, ആ ത്വഹാറത്തുകൾ മുഴുവൻ ത്വഹാറത്തും നലാഫത്തും ഒക്കെ അതിൽപ്പെടും. രണ്ടാമത്തത് നിസ്കാരത്തെ അതിൻ്റെ കൃത്യസമയത്ത് ചെയ്യുക. ശരീരം കൊണ്ട് ചെയ്യേണ്ട ഒരു അമലാണ് ഇഖാമത്തു സ്വലാ എന്നുള്ളത്. അതിൽ ഫർളും പെട്ടു, സുന്നത്തും പെട്ടു, ഖളാവും പെട്ടു. ഈമാന്റെ ഭാഗമാണ്, ഇമാമിന്റെ ഭാഗമാണ്. ഫർളും പെട്ടു, സുന്നത്തും പെട്ടു, ഖളായി പോയ സ്ഥാനം ഖളാ വീട്ടലും, അതും ഈമാന്റെ ഭാഗമാണ്. മൂന്നാമത്തത് സകാത്ത് കൊടുക്കല്, അതിൽ സ്വതക്കയും പെടും.
സക്കാത്ത് എന്ന് പറഞ്ഞതിൽ തന്നെ മുതലിൻ്റെ സക്കാത്തുണ്ട്, കച്ചവടത്തിൻ്റെ സക്കാത്തുണ്ട്, ഫിത്ർ സക്കാത്തുണ്ട്. ഇങ്ങനെയുള്ള കുറേ ഐറ്റങ്ങൾ അതോടുകൂടെ തന്നെ ആ വിഷയത്തിൽപ്പെട്ടതാണ്. ഭക്ഷണം കൊടുക്കൽ, ധർമ്മം ചെയ്യൽ, വിരുന്നുകാരനെ സൽക്കരിക്കൽ, സദക്കൻ്റെ ഐറ്റങ്ങളൊക്കെ അതിൽ പെടും. നാലാമത്തത് ഫർളോ സുന്നത്തോമായ നോമ്പനുഷ്ഠിക്കൽ. 5 ഹജ്ജ് ചെയ്യൽ, അതിൽ ഉംറയും പെടും. 6-മത്തത് ഇഅ്തികാഫ്, അതിൽ പെടുന്നതാണ് ലൈലത്തുൽ ഖദറിനെ തേടൽ. പ്രത്യേകമായി ലൈലത്തുൽ ഖദർ പരിഗണിക്കുക. ലൈലത്തുൽ ഖദർ കിട്ടാൻ വേണ്ടിയാണല്ലോ ഇഅ്തികാഫ് ഇരിക്കല്. 9 ദീനും കൊണ്ട് ഓടുക. നിൽക്കുന്ന സ്ഥലത്ത് ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലെങ്കിൽ അവിടെ നിന്ന് ജീവിക്കാൻ പറ്റുന്ന ഭാഗത്തേക്ക് നീങ്ങുക എന്ന് പറയുന്നത്. 8 നേർച്ചകളെ പൂർത്തിയാക്കുക. 9 ഈമാനിൽ തഹരി ചെയ്യുക. ഈമാൻ നഷ്ടപ്പെടലിനെ തൊട്ട് വളരെ അധികം സൂക്ഷിക്കുക. തഹരി ഫിൽ ഈമാൻ. 10 കഫാറത്തുകൾ വാജിബാകുന്നിടത്ത് അത് കൊടുക്കുക. ഹജ്ജിൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ, റമദാൻ മാസത്തിലെ നോമ്പിനെ ജിമായി ചെയ്ത് ബാത്തിലാക്കിയാൽ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. സത്യത്തിൽ പൊട്ടിപ്പോയാൽ, സത്യം ചെയ്ത സത്യത്തിൽ നിന്ന് ഒരാൾ ആ സത്യം ചെയ്തതുപോലെ മുന്നോട്ട് പോവാതെ അതിൻ്റെ വിപരീതമായ കാര്യങ്ങൾ ചെയ്തു സത്യത്തിൽ പഴച്ചിക്ക് കാണിച്ച് കഫാറത്ത് കൊടുക്കേണ്ടതുണ്ട്. അത് ഈമാൻ്റെ ഭാഗമാണ്. 11 ഔറത്ത്. നിസ്കാരത്തിൻ്റെ പുറത്തും ഔറത്ത് വേണ്ടതുപോലെ മറക്കുക. സ്ത്രീകളാണെങ്കിൽ ഹിജാബ് എന്ന് പറഞ്ഞാൽ വെറും ഒരു കറുത്ത വസ്ത്രം ധരിക്കലോ അല്ലെങ്കിൽ ഒരു മുഖത്തേക്ക് ഒരു എന്തെങ്കിലും ഒന്ന് വീതാത്തിടലോ അല്ല. ശരീരത്തിൻ്റെ തടി അത് ബാല്യക്കാരത്തിയാണോ ചെറുപ്പക്കാരത്തിയാണോ പ്രായമുള്ളവളാണോ എന്ന് തിരിയാത്ത രൂപത്തിൽ ബാല്യം പുറത്തേക്ക് കാണിക്കാതെ ശരീരത്തിൻ്റെ വണ്ണവും അതിൻ്റെ ഷേപ്പും കാണിക്കാതെയുള്ളതായ ഒരു വസ്ത്രം ധരിക്കൽ അത് ഈമാൻ്റെ ഭാഗമാണ്. ഒക്കെ സ്വന്തം ചെയ്യേണ്ട കാര്യങ്ങളാണ്. 12-മത്തെ കാര്യം ഉളുഹിയത്തുകൾ അറുക്കുക. അതിൻ്റെ കാര്യങ്ങളെ കൊണ്ടെല്ലാം നിന്നുപോരുക നേർച്ചേർന്നപ്പെട്ടതാണെങ്കിൽ. 13 ജനായിസിൻ്റെ കാര്യങ്ങൾ, മയ്യത്ത് കുളിപ്പിക്കലും കഫൻ ചെയ്യലും കബറടക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും ചെയ്യുക, അതൊന്ന് പോരുക. 14-മത്തത് കടം വീട്ടുക. 15 ഇടപാടുകളിൽ സത്യസന്ധത പുലർത്തുക. 16 ഷഹാദത്ത്. ഏതെങ്കിലും വിഷയത്തിലേക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണെങ്കിൽ ആ ഷഹാദത്ത് സാക്ഷിയായി സാക്ഷിമൊഴി കൊടുക്കേണ്ടവർക്ക് സാക്ഷിമൊഴി കൊടുക്കുക. അത് മറച്ചു വെക്കുകയോ അതിൽ നിന്ന് പിന്മാറുകയോ ചെയ്യാതിരിക്കുക. ഇതെല്ലാം വ്യക്തിപരമായി ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ അമലിയാത്തിൽ നിന്ന് ശരീരം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് മറ്റൊന്ന് വ്യക്തിയല്ല അവനെ പിന്തുടരുന്ന ആളുകളുമായി ബന്ധപ്പെടുന്നത്, ഖാസായ വ്യക്തികളുമായി പ്രത്യേകമായ വ്യക്തികളുമായി ബന്ധപ്പെടുന്നത്. അദ്ദേഹത്തിന് 6 കാര്യങ്ങളാണുള്ളത്, 6 ശാഖകളാണ്. 1-മത്തത് നിക്കാഹ് ചെയ്തും കൊണ്ട് ഇഫത്ത് വരുത്തുക. അനാവശ്യങ്ങളിലേക്ക്, വ്യഭിചാരങ്ങളിലേക്കോ ഇസ്തിംനകളിലേക്കോ മുഫാഖത്തുകളിലേക്കോ പോകലിനെ തൊട്ട് ശരീരത്തെ തടയുക. അതിനൊക്കെ മറ്റൊരാളായിട്ട് ബന്ധപ്പെടുന്ന സംഗതിയാണത്. 2 ഭാര്യ വേണം. 2-മത്തത് മക്കള്, ഭാര്യ, ഉമ്മ, ഉപ്പ, അങ്ങനെ കഴിവില്ലാത്ത ഉമ്മ ഉപ്പ അവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക, അവരുടെ ഹക്കുകളെ കൊണ്ട് നിന്ന് പോരുക. 3-മത്തത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. ആ ഗുണം ചെയ്യുക എന്ന് പറയുമ്പോൾ വർപ്പിക്കാക്കലും പെടും. 4-മത്തത് മക്കളെ നല്ല നിലക്ക് പോറ്റി വളർത്തുക. 5-മത്തത് കുടുംബബന്ധം ചേർക്കുക. 6-മത്തത് അടിമകളുണ്ടെങ്കിൽ മുതലാളിമാരോ ഭരണാധികാരികളോ ഇവൻ്റെ കീഴിലുണ്ടെങ്കിൽ അവർക്ക് അനുസരിക്കുക. ത്വഅത്തുൽ മവാലി. ഇതൊക്കെ ഏതാണ്? മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവൻ്റെ മുന്നിൽ മേലുദ്യോഗസ്ഥനുണ്ടെങ്കിൽ ഇവനനുസരിക്കേണ്ട മേലുദ്യോഗസ്ഥനോ ഭരണാധികാരികളോ ഉണ്ടെങ്കിൽ അവരനുസരിക്കണം. അത് ഇവൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്, മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട കാര്യമാണ്.
മൂന്നാമത്തെ ഐറ്റം ശരീരം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പൊതുവായി ജനങ്ങളുമായി ബന്ധപ്പെട്ടത്, ഒരു പ്രത്യേക വിഭാഗവുമായുമല്ല. അത് 16 ഐറ്റമുണ്ട്. ഒന്നാമത്തത് ഇമാറത്തിൻ്റെ കാര്യങ്ങൾ. ഭരണാധികാരിയായി വന്നിക്കുകയാണെങ്കിൽ അത് നീതിയോട് കൂടെ ഭരണം നടപ്പിലെടുത്തുക. അത് ഒരാൾക്കുള്ള അവൻ്റെ കീഴിലുള്ള എല്ലാവരുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തത് ജമാഅത്തിനോട് പിൻപറ്റുക. മഹാന്മാരായ അഹ്ലുസുന്നത്തിൻ്റെ ജമാഅത്ത്, വലിയ വലിയ മഹത്തുക്കൾ സുന്നത്ത് ജമാഅത്ത് എന്ത് പറയുന്നോ അതിനോട് പിൻപറ്റി ബിദ്അത്തിന്റെ അഹ്ലുകാരുമായി പിൻപറ്റാതിരിക്കുക. മൂന്നാമത്തത് ഭരണാധികാരിയെ അംഗീകരിക്കുക. ഭരണാധികാരി ഉണ്ടെങ്കിൽ അവൻ അംഗീകരിച്ചു കൊടുക്കണം. 4 അൽ-ഇസ്ലാഹു ബൈനന്നാസ്, ജനങ്ങളുടെ ഇടയിൽ നന്മ ചെയ്യുക, നന്മയെ വരുത്തുക. അതിൽ ഖവാരിജിയാക്കളോട്, രാജ്യദ്രോഹികളോട് യുദ്ധം ചെയ്യലില്ല. ഇസ്ലാഹും ബൈനന്നാസിന്റെ ഭാഗമാണ് തീവ്രവാദികളോട് യുദ്ധം ചെയ്യൽ. 5 അൽ മുആവനതു അലൽ ബിർ, നന്മയുടെ മേലിൽ സഹായം ചെയ്യുക. 6 അൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുങ്കർ, നന്മ കൊണ്ട് കൽപ്പിക്കലും ചീത്ത കൊണ്ട് വിരോധിക്കലും. 7 ഇഖാമത്തുൽ ഹുദൂദ്, ഹദ്ദുകളെ രാജാവ് ഭരണാധികാരിയാകുമ്പോൾ ചെയ്ത കുറ്റങ്ങൾക്ക് അതിനർഹിക്കുന്നതിനുള്ള ശർഈയായ ശിക്ഷകളെ നടപ്പിൽ വരുത്തുക. അത് ഒരാൾ രണ്ടാൾ കൊണ്ട് ബന്ധപ്പെടുന്നതല്ല. 8 യുദ്ധം ചെയ്യേണ്ട ഘട്ടം വരുമ്പോൾ യുദ്ധം ചെയ്യുക. 9 അമാനത്തിനെ വീട്ടുക. ഇവനെ വിശ്വസിച്ച് എന്തെങ്കിലും ചെയ്തിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും സൂക്ഷിക്കാൻ കൊടുത്തതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു അവനെ ഏൽപ്പിച്ച കാര്യങ്ങളുണ്ടെങ്കിൽ, ഭരണാധികാരിയാണെങ്കിൽ അത് അതിൻ്റെതായ കൃത്യമായ സ്ഥലത്ത് ചെയ്യുക. 10 അൽ ഖർളു മഅൽ വഫാഇ, കടം വീട്ടലോട് കൂടെ കടം കൊടുക്കുക. 11 അയൽവാസിയെ ആദരിക്കുക. 12 നല്ല പെരുമാറ്റം പെരുമാറുക. നല്ല പെരുമാറ്റം പെരുമാറുന്നതിൽ പെട്ടതാണ് സമ്പാദിക്കുന്ന മുതൽ ഹലാലായി വരിക എന്ന് പറയുന്നത്. 13 മുതലുകളെ ചെലവഴിക്കേണ്ട കർമ്മപ്രകാരം ചെലവഴിക്കുക. ധൂർത്ത് ഒഴിവാക്കുക, അനാവശ്യം ഒഴിവാക്കുക, പിസ്കത്തരം ഒഴിവാക്കുക. അതൊക്കെ മുതലിൻ്റെ ഹക്കിൽ ചെലവാക്കുക എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. 14 സലാം അടക്കുക. 15 തുമ്പിയവനിക്ക് തസ്മീത്ത് ചെയ്യുക. 16 ജനങ്ങളെ തൊട്ട് തടസ്സങ്ങളെ നീക്കുക. 19 17 കളിതമാശകളെ ഒഴിവാക്കുക. 18 വഴികളെ തൊട്ട് അതിനെ ഒഴിവാക്കുക. ഇങ്ങനെയാണ് ഈ വിഷയങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത്. അത് ആകെ 77 ഐറ്റങ്ങളുണ്ട്, ശാഖകളുണ്ട്. ആ 77ൽ നമ്മളിപ്പോൾ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി കുറേ ആവർത്തനങ്ങളുണ്ട്. ആ ആവർത്തനങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് എല്ലാം കൂടി 70ൻ്റെ താഴെ 68, 69 അങ്ങനെയാണ് ഫത്ഹുൽ ബാരിയിൽ തഈനാക്കിയിട്ടുള്ളത്. അങ്ങനെ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഈമാൻ കാര്യങ്ങളെയും അതിൻ്റെ കടമപ്രകാരം സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.